ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രിയിൽ തിരുവചന പഠനവുമായി കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവമാകുന്ന കർത്താവ് നമ്മെ സഹായിച്ച കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. നാം ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവമാകുന്ന കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നമ്മൾ റോമാലേഖനം നിരന്തരമായി പഠിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഇന്നു മുതൽ നമ്മൾ പുതിയ ഒരു ലേഖനമാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തതുപോലെ ദ ബുക്ക് ഓഫ് എഫേഷ്യൻസ്, എഫേസ്യ ലേഖനമാണ് ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ വളരെ ശ്രദ്ധയോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന്, വളരെ ചെറിയ ലേഖനമാണ്, 6 അധ്യായം മാത്രമേ ഉള്ളൂ, നമുക്ക് അത് ഒരുമിച്ച് പഠിപ്പാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എഫേസ്യ ലേഖനം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പശ്ചാത്തലം ചില വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് നാം തുടങ്ങുമ്പോൾ ഏറ്റവും അതിപ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ പ്രിസൺ എപ്പിസ്റ്റൽസ് എന്ന് നമ്മൾ പറയുമല്ലോ. കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ് ഈ എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. എഫസോസിലും അതിന് ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നതായ ലേഖനവും കൂടെയാണ് ഈ എഫേസ്യ ലേഖനം. എന്നാൽ അതേ സമയം തന്നെ കാലാകാലങ്ങളിലായി യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള വാക്കുകളും സന്ദേശങ്ങളുമാണ് ഈ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇതിൻ്റെ എഴുതിയ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ AD 62 AD 62 62 അപ്പോസ്തലനായ പൗലോസ് റോമാ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഇത് എഴുതിയെന്ന് ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് തന്നെ എഴുതിയതായ 2 ലേഖനങ്ങളാണ് കൊലോസ്യ ലേഖനവും അതേപോലെ ഫിലോമോൻ എഴുതിയ ലേഖനവും ഒക്കെ എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി നമ്മൾ ഈ എഫെസസ് ലേഖനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എഫേസ്യർക്ക് എഴുതിയ ഈ ലേഖനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എഫെസോസ് പട്ടണത്തെക്കുറിച്ചും അന്ന് പൗലോസിന്റെ കാലഘട്ടത്തിലെ ആ പട്ടണത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. എഫെസോസ് പട്ടണത്തെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചാൽ വെസ്റ്റേൺ ഏഷ്യ മൈനാറിൽ, അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഏഷ്യ മൈനാറിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റി ആയിരുന്നു എഫെസോസ് എന്ന് ചരിത്രം പറയുന്നു. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റി ഇൻ വെസ്റ്റേൺ ഏഷ്യ മൈനർ, ഏഷ്യ മൈനറിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു. ഇന്ന് ഈ എഫെസോസ് എന്ന പേരിൽ ആ പട്ടണം ഇല്ലെങ്കിലും നമ്മുടെ ഇന്നത്തെ ആധുനിക ലോകത്തിൽ ടർക്കി എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിവുണ്ട്. ടർക്കിയുടെ ഒരു ഭാഗമാണ് അന്നത്തെ എഫെസോസ് എന്ന് പറയുന്ന ഈ പട്ടണം. അപ്പോൾ എപ്പോഴും അത് നമ്മുടെ ഓർമ്മയിലിരിക്കണം. ഇന്നത്തെ ടർക്കി എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമാണ് പൗലോസിന്റെ കാലത്തെ എഫെസോസ് എന്ന് പറയുന്ന പട്ടണം എന്ന് പറയുന്നത്. ഈ പട്ടണത്തിൽ ഒരു തുറമുഖവും ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെയ്സ്റ്റർ റിവർ, അല്ലെങ്കിൽ കെയ്സ്റ്റർ നദിയോട് ബന്ധപ്പെട്ട് ഒരു തുറമുഖവും ഉണ്ടായിരുന്നു, ഹാർബർ. ഈ തുറമുഖം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടുണ്ടായിരുന്ന പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ആൾക്കാര് ട്രേഡ് റൂട്ടിൽ ഈ പട്ടണത്തിൽ വരികയും ഈ പട്ടണത്തെ ഒരു ഇടത്താവളമായും, അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വാണിജ്യ കേന്ദ്രമായും ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, 1-ാം നൂറ്റാണ്ടിലും അതിനു മുമ്പുള്ള BC-യുടെ ഒടുവിലത്തെ നൂറ്റാണ്ടുകളിലും വളരെ പ്രാധാന്യമുള്ള ഒരു പട്ടണം തന്നെയായിരുന്നു എഫെസോസ് പട്ടണം എന്ന് പറയുന്നത്. അതേസമയം തന്നെ റോമ സാമ്രാജ്യത്തിലെ 4ാമത്തെ പ്രധാന പട്ടണം കൂടെയായിരുന്നു ഈ എഫെസോസ് പട്ടണം എന്നുകൂടെ
നമ്മൾ മനസ്സിലാക്കണം. അതിൽ റോമ സാമ്രാജ്യത്തിലെ അതിപ്രധാനമായ സ്ഥലങ്ങളിൽ ഒന്ന് റോം തന്നെയായിരുന്നു. 2 അലക്സാൻഡ്രിയ എന്ന് പറയുന്ന പട്ടണമായിരുന്നു. 3-ാമത്തേത് ആന്റിയോക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ അന്ത്യോക്യ എന്ന് ഇപ്പൊ പറയുമല്ലോ, അന്ത്യോക്യ എന്ന് പറയുന്ന പട്ടണമായിരുന്നു. 4-ാമത്തെ പ്രധാന പട്ടണത്തിൽ ഒന്നായിരുന്നു ഈ എഫസോസ് റോമ സാമ്രാജ്യത്തിന്റെ കീഴിൽ. ചരിത്രം പറയുന്നതനുസരിച്ച് ഏകദേശം 2.5 ലക്ഷം ജനങ്ങൾ പൗലോസിന്റെ കാലത്ത് ഈ എഫസോസ് പട്ടണത്തിൽ ജീവിച്ചിരുന്നു എന്നും പറയുന്നു. 2.5 ലക്ഷം ആൾക്കാർ, 2.5 lakhs. അതേസമയം തന്നെ റോമ സാമ്രാജ്യം BC 133 BC 133 BC-യിലാണ് ഈ പട്ടണത്തെ അവരുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അധീനതയിലാക്കിയതെന്നും ചരിത്രം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, in Ephesus there was a pagan temple dedicated to Roman goddess Diana. റോമ ദേവതയായ ഡയാനയുടെ പേരിൽ ഈ എഫസോസ് പട്ടണത്തിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്നും ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. ആ ഡയാന എന്ന് പറയുന്ന ഈ അല്ലെങ്കിൽ ഈ ദേവതയെ തന്നെയാണ് ഗ്രീക്ക് ഭാഷയിൽ അർത്തമീസ് ദേവി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് തമ്മിൽ തെറ്റിപ്പോകരുത്. അത് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഗ്രീക്ക് ഭാഷയിൽ അർത്തമീസ് ദേവി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ റോമ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡയാന എന്ന് പറയുന്ന ദേവതയെ തന്നെയാണെന്ന് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എല്ലാ നിലകളിലും വളരെ പ്രാധാന്യം അർഹിച്ചിരുന്ന പഴയ നിയമകാലത്തെ, അല്ലെങ്കിൽ BC അവസാന നൂറ്റാണ്ടിലെയും AD ആദ്യ നൂറ്റാണ്ടിലെയും ഒരു പ്രധാന പട്ടണങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു എഫസോസ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന്റെ ആ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇനി മുന്നോട്ട് ഈ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, പോൾ മെയ്ഡ് എഫസസ് എ സെന്റർ ഫോർ ഇവാഞ്ചലിസം ഡ്യൂറിംഗ് ഹിസ് സെക്കൻഡ് ആൻഡ് തേർഡ് മിഷനറി ജേർണി. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പൗലോസിന്റെ 2-ാമത്തെയും 3-ാമത്തെയും മിഷനറി യാത്രകളിൽ ഈ എഫസോസ് പട്ടണത്തിൽ താൻ സുവിശേഷം അറിയിച്ചിരുന്നു എന്ന്, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പോൾ established this church during his second missionary journey. അപ്പോസ്തലനായ പൗലോസ് തന്റെ 2-ാമത്തെ മിഷനറി യാത്രയിലാണ് ഈ സഭ സ്ഥാപിച്ചതെന്നും വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമില്ലെങ്കിലും നിങ്ങൾ റെഫറൻസ് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 18 വേഴ്സസ് 19 to 22-ൽ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. വളരെ വേഗത്തിൽ അതിന്റെ 1-2 വാക്കുകൾ നമുക്ക് നോക്കാം. എഫസോസിൽ എത്തി അവരെ അവിടെ വിട്ടു. അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. കുറെ കൂടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ, ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്ന് പറഞ്ഞ് വിടവാങ്ങി എഫസോസിൽ നിന്ന് കപ്പൽ നീക്കി. 2-ാം മിഷനറി യാത്രയിലെ സന്ദർശനമാണ്. അന്ന് അവിടെ സുവിശേഷം അറിയിച്ചത് നിമിത്തമാണ് എഫസോസിൽ ഒരു സഭ രൂപീകൃതമായതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ 2-ാം മിഷനറി യാത്രയിൽ അധിക ദിവസം താമസിക്കാനില്ലാതിരുന്നത് കൊണ്ട്, തന്റെ ഷെഡ്യൂൾ വളരെ ടൈറ്റ് ആയിരുന്നത് കൊണ്ട് വളരെ വേഗത്തിൽ താൻ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ, ആ മിഷനറി യാത്രയുള്ള ബന്ധത്തിൽ പോയി എന്നും നമ്മൾ കാണുന്നു. ഇനി നമ്മൾ പൗലോസിനെ കാണുന്നത്, പോൾ again visited Ephesus during his third missionary journey. 3-ാമത്തെ മിഷനറി യാത്രയിലാണ് അപ്പോസ്തലനായ പൗലോസ് വീണ്ടും എഫസോസിലേക്ക് കടന്നു വരുന്നത്. ചരിത്രം പറയുന്ന അനുസരിച്ച് 3-ാം മിഷനറി യാത്രയിൽ AD 57-ലാണ് പൗലോസ് വീണ്ടും ഈ എഫസോസ് പട്ടണത്തിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ 2-ാം മിഷനറി യാത്രയിൽ സ്ഥാപിച്ച അവിടെ ആ സഭയിലെ അംഗങ്ങളെ കാണുവാനും അവരോട് ഒരുമിച്ച് സമയം ചിലവഴിപ്പാനുമായിട്ടാണ്
പൗലോസ് മൂന്നാം മിഷണറി യാത്രയിൽ ഇവിടെ എത്തിച്ചേർന്നത്. ഹി preached and stayed there for about 3 years. ഏകദേശം 3 വർഷക്കാലം, തികച്ചുണ്ടോ എന്ന് നമുക്കറിയില്ല, എങ്കിലും ഏറെക്കുറെ 3 വർഷത്തിനടുത്ത് അപ്പോസ്തലനായ പൗലോസ് ഈ പട്ടണത്തിൽ താമസിക്കുകയും കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ സഭ വളരെ എളുപ്പം ഫ്ലറിഷായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന് നിങ്ങൾക്ക് തെളിവെന്ന് പറയുന്നത് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 31. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം 31-ാം വാക്യം നോക്കിയേ. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും. കൃത്യതയോടെയല്ലേ പൗലോസ് പറയുന്നത്? ഒന്നുകൂടെ വായിച്ചേ സുജി. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളി. അപ്പോ 3 സംവത്സരം അവിടെ പാർത്ത് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നേടിയവർക്കൊക്കെ, ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടവർക്കൊക്കെ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതിനെ കുറിച്ചാണ്, ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചതിനെ കുറിച്ചാണ് വളരെ വ്യക്തതയോടുകൂടെ അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, 2-ാം മിഷണറി യാത്രയിൽ വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രം താമസിച്ച് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ച് ഒരു സഭ ഫോം ചെയ്തിട്ട് താൻ അവിടെ നിന്ന് കടന്നുപോയി. പക്ഷേ തന്റെ 3-ാം മിഷണറി യാത്രയിലാണ് ആ സ്ഥലത്ത് കടന്നു വന്ന് 3 വർഷം താമസിച്ച് വളരെ ശക്തിയോടുകൂടെ കർത്താവിന്റെ വേല ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ വളരെ വേഗത്തിൽ ആ സ്ഥാനത്ത് ഉടലെടുത്തു എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് നിങ്ങൾ അത് മുഴുവൻ ഭാഗം മനസ്സിലാക്കണമെങ്കിൽ അതേ അധ്യായം വായിക്കേണ്ട, നിങ്ങൾ നോട്ട് ചെയ്തോണം. 17 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും. ചാപ്റ്റർ 20 വേഴ്സ് 17 ഫോളോയിങ്. അപ്പോൾ ആ 3 വർഷക്കാലം താൻ അവിടെ പ്രവർത്തിച്ചതിന് ശേഷം ആഫ്റ്റർ 3 years പോൾ ലെഫ്റ്റ് തിമോത്തി ഇൻ ചാർജ് ഓഫ് എഫെസസ് ചർച്ച്. അതാണ് നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ടത്. 3 വർഷത്തിനു ശേഷം പൗലോസ് എഫെസോസ് വിട്ട് തന്റെ മിഷണറി യാത്രയുള്ള ബന്ധത്തിൽ അടുത്ത സ്ഥലത്തേക്ക് കടന്നുപോയപ്പോൾ ആ ജനങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് താൻ വിട്ടില്ല, ആ സഭയെ അനാഥമായിട്ട് വിട്ടില്ല. അവിടെ തന്റെ നിജപുത്രനായ തിമോത്തിയോസിനെ ആ സഭയുടെ ചുമതല ഏൽപ്പിച്ചതിന് ശേഷമാണ് താൻ അവിടെ നിന്ന് മുൻപോട്ട് പോയതെന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ the church of Ephesus was the first of the 7 churches mentioned in Revelation. അങ്ങനെയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്കുള്ള ദൂത് നമ്മൾ കാണുമ്പോൾ അതിൽ 1-ാമത്തെ സഭയുടെ പേരും ദൂതും കാണുന്നത് എഫെസോസ് സഭയെ കുറിച്ചാണ്. എവിടെയാ കാണുന്നത്? റെവലേഷൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 1 to 7. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് കഴിയും. എല്ലാം വായിക്കാൻ സമയമില്ല, എങ്കിലും അത് ഒന്ന് ശ്രദ്ധിച്ചു. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട്. നിങ്ങൾ താഴോട്ട് വായിച്ചാൽ മതി, നിങ്ങൾ ആ റെഫറൻസ് എല്ലാം കുറിച്ചെടുക്കണം, എങ്കിലേ നിങ്ങൾക്ക് അതിന്റെ കണക്ടിവിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ 7 സഭയുടെ സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ അതിൽ 1-ാമത്തെ ദൂത് എഫെസോസ് സഭയ്ക്കുള്ളതായിരുന്നു എന്ന് അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് കൂടുതൽ പറയാതെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുകയാണ്. ഇനിയും ഈ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ ഇതിന്റെ താക്കോൽ വാക്യം എന്ന് പറയാവുന്ന ചില വാക്യങ്ങളുണ്ട്. എല്ലാ പുസ്തകങ്ങൾക്കും, എല്ലാ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങൾക്കും കീ വേർഡ്സ് അല്ലെങ്കിൽ താക്കോൽ വാക്യം എന്ന് മലയാളത്തിൽ പറയും. കീ വേർഡ്സ്, താക്കോൽ വാക്യം എന്ന് പറയുന്ന ചില വാക്യങ്ങൾ എല്ലാ പുസ്തകങ്ങൾക്കും ഉണ്ട്. ഈ എഫെസോസ് ലേഖനത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, എഫെസ്യ ലേഖനത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വേദപണ്ഡിതാക്കൾ പറയുന്നത് അതിന്റെ 1-ാം അധ്യായം 3-ാം വാക്യമാണ് പ്രധാന വാക്യം. ഒന്ന് നോക്കിയേ, 1-ാം അധ്യായം 3-ാം വാക്യം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ കീ വേർഡ്സ് എന്ന് പറഞ്ഞ് വേദപണ്ഡിതാക്കൾ
രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം. രണ്ടാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ചാപ്റ്റർ 4 വേഴ്സസ് 2 and 3. വായിക്കേണ്ട, നിങ്ങൾ അത് വീട്ടിലിരുന്ന് വായിച്ചാൽ മതി, കാരണം നമുക്ക് എല്ലാം കൂടെ വായിച്ചാൽ സമയം തികയില്ല. അപ്പോൾ രണ്ടാമതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് ചാപ്റ്റർ 4 വേഴ്സസ് 2 and 3, 4-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഇനിയും ആ പുസ്തകത്തിലെ അല്ലെങ്കിൽ ഈ ലേഖനത്തിലെ കീ വേർഡ്സ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ, മുമ്പേ വാക്യമായിരുന്നെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിൽ ഈ ലേഖനം എഴുതുമ്പോൾ താൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഞാൻ വളരെ വേഗത്തിൽ പറയാം, നിങ്ങൾ നോട്ട് ചെയ്യേണ്ടിവരും, നോട്ട് ചെയ്തോണം. അതിലെ ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ എന്നുള്ള പദമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമം എഴുതിയ ഗ്രീക്ക് ഭാഷയിൽ അതിനോടനുബന്ധിച്ച വാക്ക് 89 ടൈംസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വെറും 6 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന എഫേസ്യ ലേഖനത്തിൽ ഇൻ ക്രൈസ്റ്റ് എന്ന് ബന്ധപ്പെടുന്ന വാക്കിനോട് ഗ്രീക്ക് ഭാഷയിൽ 89 പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ പ്രധാനമായ ഒരു പദമാണ് ഗ്രേസ് അല്ലെങ്കിൽ കൃപ. കൃപ എന്ന പദം 12 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. മൂന്നാമത്തേതാണ് ബോഡി അഥവാ ശരീരം. ക്രിസ്തു തലയും സഭ ശരീരവുമായിട്ട് ചിത്രീകരിച്ചിരിക്കുക. അവിടെ ഈ ബോഡി എന്ന പദം 8 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം, 8 ടൈംസ്. അടുത്തതാണ് പ്രധാന പദമാണ് ലവ്, സ്നേഹത്തെ കുറിച്ച്. ഈ സ്നേഹം എന്ന പദം ആവർത്തിച്ച് 10 പ്രാവശ്യം ഈ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, 10 ടൈംസ്. നെക്സ്റ്റ് വിൽ ബി മിസ്റ്ററി. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ അറിയാലോ, മർമ്മം. ആ മർമ്മത്തെ കുറിച്ച്, ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന മർമ്മത്തെ തുടങ്ങി ഇങ്ങോട്ട് പൗലോസ് ആ പദം 6 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു, 6 ടൈംസ്. അടുത്തതായിട്ട് കാണുന്ന പ്രധാന പദം എന്ന് പറയുന്നത് വാക്ക്, ക്രിസ്തുവിനോട് കൂടെ നടക്കുക അല്ലെങ്കിൽ നടപ്പ്. നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, നടപ്പ്. ആ നടപ്പിനെ കുറിച്ച് 8 പ്രാവശ്യം ഈ ലേഖനത്തിൽ പൗലോസ് ആവർത്തിച്ച് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കീ വേഴ്സും ഉണ്ട്, കീ വേർഡ്സും ഉണ്ട്. രണ്ടും തമ്മിൽ നമ്മൾ അതിന്റെ വ്യത്യാസത്തോടെ തിരിച്ചറിയണം. അടുത്തത്, ഈ ലേഖനം എഴുതിയതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം കൂടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരുവചന പഠനത്തിലേക്ക് പ്രവേശിക്കുക. ഈ ലേഖനം എഴുതിയതിന്റെ ദ പർപ്പസ്, ഈ ലേഖനം എഴുതിയതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം. പല കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ വളരെ വേഗത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞത് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. ഗോഡ്സ് redemptive work through Jesus Christ and the unity of the church among diverse people and proper conduct in the church, home and in the society. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികൾക്ക് മാത്രമല്ല, കാലാകാലങ്ങളിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് എല്ലാവരോടും ഓർപ്പിക്കുന്ന ഈ ലേഖനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ നിവർത്തിച്ച വീണ്ടെടുപ്പിനെ കുറിച്ചും അതേ സമയം തന്നെ ഒരു സഭയിൽ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആളുകളും അംഗങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആൻഡ് ദ യൂണിറ്റി ഓഫ് ദ ചർച്ച് എമംഗ് ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യൂണിറ്റി എമംഗ് ഡൈവേഴ്സിറ്റി ഓർ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നാനാത്വമത്വത്തിലുള്ള വ്യക്തികളാണ് സഭയിലുള്ളത്. അവർ വളരുന്ന ബാക്ക്ഗ്രൗണ്ട്, അവർ കടന്നു വരുന്ന സ്ഥലം, അവര് പഠിച്ചതായ പഠനത്തോടുള്ള ബന്ധത്തിലുള്ള ലെവലുകള്, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ഇതൊന്നും ഒരാളും വേറൊരാളും തമ്മിൽ കമ്പാരിസൺ ഒന്നുമില്ല. എല്ലാവരുടെയും അനുഭവങ്ങളും അവസ്ഥകളും ഒരാളിൽ നിന്ന് വ്യത്യസ്തമാണ്. എഫെസോസിലും സ്ഥിതി ഒട്ടും വ്യത്യാസമായിരുന്നില്ല. അപ്പോൾ ആ വ്യത്യാസം ഉള്ളപ്പോൾ തന്നെ പൗലോസ് പറയുകയാണ് the unity of the church members among diverse people എന്ന് പറഞ്ഞാൽ വ്യത്യസ്തരായ നാനാത്വത്തിൽ നിന്ന് കടന്നു വരുന്ന
ആളുകൾ ഒരുമിച്ച് കൂടി ആ യേശു ക്രിസ്തുവിലുള്ള ഐക്യത്തോടെ ദൈവത്തെ ആരാധിക്കുകയും അതോടൊപ്പം തന്നെ അടുത്ത സെന്റൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട, ആൻഡ് പ്രോപ്പർ കോണ്ടാക്ട് ഇൻ ദ ചർച്ച്, ഇൻ ദ ഹോം ആൻഡ് ഇൻ ദ സൊസൈറ്റി. അങ്ങനെ പലയിടങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും ഒരുമിച്ച് യേശുവിനെ ഐക്യമത്യത്തോടെ ഉയർത്തുകയും ആരാധിക്കുകയും ചെയ്യുക മാത്രമല്ല, ക്രിസ്തീയ ഗുണവിശേഷങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തീയമായ സന്ദേശങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഭയിൽ പുലർത്തണം. ക്രിസ്തീയ മാന്യത സഭയിലും കുടുംബത്തിലും സൊസൈറ്റിയിലും നമ്മുടെ ചുറ്റുപാടിലും ഓരോ ദൈവമക്കളും പുലർത്തുവാനായിട്ടിടയായി തീരണം. അതായിരിക്കണം പൗലോസിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, ഞാനും നിങ്ങളും ആരാന്നാ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിന്റെ പത്രങ്ങളല്ലോ. പത്രത്തെ കുറിച്ച് നമുക്കറിയാലോ, ഇറ്റ് ഈസ് ഓപ്പൺ, ആർക്കും അത് വായിക്കാം. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ പത്രങ്ങളാണെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് ചർച്ചിലും വീട്ടിലും അതേസമയം തന്നെ നമ്മളെ ദൈവം എവിടെയാക്കിയിരിക്കുന്നു ആ സൊസൈറ്റിയിലും വെളിപ്പെടാനിടയായി തീരണം. അതാണ് ഈ ലേഖനത്തിൽ കൂടെ ഏറ്റവും പ്രധാനമായിട്ട് പൗലോസ് അംഗങ്ങളെ, ദൈവസഭകളെ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ അറിയിക്കുവാൻ ഉദ്ദേശിക്കുന്ന പരമപ്രധാനമായ ഉദ്ദേശം. ഇന്ന് രാത്രി എത്ര പേര് അതിനോട് യോജിക്കുന്നുണ്ട്? അവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുകയെ. നാം അതുകൊണ്ട് തിരിച്ചറിയുക, നമ്മെ ഈ കാലഘട്ടത്തിൽ ആക്കി വെച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ കോണ്ടാക്ട് വെളിപ്പെടുത്തുവാനായിട്ടാണ്. ക്രിസ്തുവിന്റെ സ്വഭാവം അത് സഭയിൽ വെളിപ്പെടണം, വീടുകളിൽ വെളിപ്പെടണം, സമൂഹത്തിൽ വെളിപ്പെടണം. അല്ലാതെ ഒരിടത്ത് വെളിപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. ക്രിസ്തുവിന്റെ പത്രമാണെങ്കിൽ എല്ലാ തലങ്ങളിലും വെളിപ്പെടണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ, നമുക്ക് ഇന്ന് അധിക സമയമില്ല, അതുകൊണ്ട് ആദ്യത്തെ 3 വാക്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. വേഴ്സ് 1 to 3. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അതാ ലേഖനത്തിന്റെ ഇൻട്രോഡക്ടറി പാർട്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ അവിടെ ചിന്തിക്കാൻ പോകുന്ന ചുരുക്കം ചില കാര്യങ്ങളേ ഉള്ളൂ. അത് പറഞ്ഞ് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കും. അടുത്ത ആഴ്ച 4-ാമത്തെ വാക്യം മുതൽ നമ്മൾ നിരന്തരമായി പഠിച്ചു തുടങ്ങും. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് അറിയാത്ത ആരും ഇന്ന് ഈ ക്ലാസ് കേൾക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദ ഫസ്റ്റ് ഒറിജിനൽ നെയിം ഓഫ് പോൾ വാസ് സോൾ. നമുക്കറിയാം പൗലോസിന്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് ശൗൽ എന്നായിരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, സോൾ ഓഫ് ടാർസസ് was obedient and faithfully served God as a devoted rabbi. നമുക്കറിയാമല്ലോ, ഗമാലിയേലിന്റെ കാൽ കീഴിൽ ഇരുന്ന് പഠിച്ച, വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള, വളരെ സമർപ്പിതനായിരുന്ന, തന്റെ മതത്തിനു വേണ്ടി ജീവൻ കളയാൻ ഒരു വ്യക്തിയായിരുന്നു ഈ തർസീസുകാരനായ ശൗൽ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ സോൾ ബിക്കം ദ ലീഡർ ഓഫ് ദ ആന്റി ക്രിസ്ത്യൻ മൂവ്മെന്റ് ഇൻ ജെറുസലേം. ഇത്രയും പയസായിട്ടുള്ള, ഇത്രയും ആവേശമുള്ള, തന്റെ മതത്തിനു വേണ്ടി ജീവൻ കളയാൻ തയ്യാറായിരുന്ന ഈ തർസീസിലെ ശൗലിനെ തന്നെ ക്രിസ്തു മാർഗത്തെ മുടിക്കുന്നവരുടെ നേതാവാക്കി ആ മതം അപ്പോയിന്റ് ചെയ്തു. അത് നമ്മൾ മനസ്സിലാക്കണം. അത് പ്രത്യേകിച്ച് നമ്മള് അപ്പോസ്തല പ്രവൃത്തി ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 1 and 2 ആ കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതേസമയം തന്നെ ഗലേഷ്യൻസ് 1:13 and 14 അത് കാണാൻ കഴിയും. വളരെ വേഗത്തിൽ ഓരോ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആക്ട്സ് 9:1 and 2. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തു മതത്തെ മുടിപ്പിക്കുന്ന ആന്റി ക്രിസ്ത്യൻ മൂവ്മെന്റിന്റെ യെരുശലേമിലെ നേതാവായിട്ട്
തർസോസുകാരനായ ശൗലിനെ യഹൂദ മതം അപ്പോയിന്റ് ചെയ്തു. ഇനി നോക്കിയേ ഗലേഷ്യൻസ് 1:13 and 14. യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. Yes. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ ജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുദ്രികയും ചെയ്തു പോന്നു. അപ്പൊ തന്നെ ഏൽപ്പിച്ച ദൗത്യം അത് ശരിയോ തന്നെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ ദർശനം ഉണ്ടാകുന്നിടം വരെ തന്നെ സംബന്ധിച്ച് തന്റെ മതത്തിനു വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിരുന്നു ക്രിസ്തു മതത്തെ നശിപ്പിക്കുക, മുടിപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഈ അധികാരപത്രവുമായിട്ട് മുന്നോട്ട് പോകുന്ന ശൗലിനെ അവിടെ നമ്മൾ കാണുന്നത്. ബട്ട് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹിസ് ആക്ടിവിറ്റി Saul was arrested by Jesus Christ and was converted. ഈ പ്രവൃത്തിയുമായി താൻ മുന്നോട്ട് പോകുമ്പോൾ യേശു ക്രിസ്തുവിനാൽ താൻ പിടിക്കപ്പെടുവാനിടയായി തീർന്നു. സ്വർഗീയ ദർശനമെന്ന് പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്ന വാക്ക്. പൗലോസ് പറയുന്നത് സ്വർഗീയ ദർശനത്തിന് ഞാൻ എങ്ങനെ അനുസരണക്കേട് കാണിക്കും. അപ്പോൾ നോക്കിയേ, ഈ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതിരിപ്പാൻ തക്കവണ്ണം യേശു കർത്താവ് അവനെ രൂപാന്തരപ്പെടുത്തി. വാക്യം എഴുതുന്നവർക്ക് വേണ്ടി നിങ്ങൾ എഴുതുക. ആക്ട്സ് ചാപ്റ്റർ 9:3 ഫോളോയിങ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളും then ആക്ട്സ് ചാപ്റ്റർ 26 അവിടെയും പൗലോസ് തന്റെ അനുഭവങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഈ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ ആ ഭാഗങ്ങൾ കൂടുതൽ വ്യക്തമാകും. അപ്പോൾ സമയമില്ലാത്തതിനാൽ നമ്മൾ ഇപ്പോൾ വായിക്കുന്നില്ല. ശ്രദ്ധിക്കുക. Saul of Tarsus became Paul the apostle to the Gentiles. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു ക്രിസ്തുവിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സ്വർഗീയ ദർശനം ലഭിച്ച തർസോസുകാരനായ ശൗൽ ഇപ്പോൾ ആരായി നോക്കി? പോൾ ദ അപ്പോസ്റ്റൽ ടു ദ ജെന്റൈൽസ്. ജാതികളുടെ അപ്പോസ്തോലനായി സമൂലമായ ഒരു പരിവർത്തനം അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ വാക്യം നോക്കിയേ. Just let us turn to Acts chapter 9 verse 15. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 15-ാം വാക്യം. കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അപ്പൊ നോക്കിയേ, ജസ്റ്റ് യു ടേൺ നമുക്ക് പറയാനായിട്ട് കഴിയും. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും വാങ്ങി ക്രിസ്തുമതത്തെ മുടിപ്പിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച, അത് തന്റെ കർത്തവ്യമായിട്ട് കരുതി, തന്റെ മതത്തോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്വമായി കരുതി ഇറങ്ങി പുറപ്പെട്ട തർസോസുകാരനായ ശൗൽ യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആരായി മാറിയിരിക്കുന്നു? ഹി ബിക്കം പോൾ ദി അപ്പോസ്റ്റൽ ടു ദ ജെന്റൈൽസ്. ജാതികളുടെ അപ്പോസ്തോലനായി ദൈവം തന്നെ രൂപാന്തരപ്പെടുത്തി. ഇതാണ് യേശുവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഒരു നിമിഷം ശ്രദ്ധിച്ചേ. ഈ സോൾ ഓഫ് ടാർസസ്, തർസോസുകാരനായ ശൗലിനെ സന്ദർശിച്ച ആ യേശു ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ എന്നെയും നിങ്ങളെയും സന്ദർശിച്ചത് കൊണ്ടല്ലേ ഇന്ന് രാത്രി ഇങ്ങനെ ഈ തിരുവചനം കേൾക്കുവാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത്. ആ ചിന്തയും ഉറപ്പും ധൈര്യവുമുള്ളവര് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. നമ്മുടെ മിടുക്കോ കഴിവോ പുണ്യപ്രവൃത്തിയോ ഒന്നുമല്ല, യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടത് കൊണ്ട് ഈ സൗഭാഗ്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ കാര്യം. അടുത്ത നോക്കി, അതിന്റെ 1-ാം വാക്യത്തിന്റെ അടുത്ത പദത്തിലേക്ക് വരുമ്പോൾ സെയിന്റ് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. വിശുദ്ധന്മാർ 9 പ്രാവശ്യം 9 times in this small letter Paul addressed his readers as saints. 9 പ്രാവശ്യമാണ് താൻ ഈ ലേഖനത്തിൽ, ചെറിയ ലേഖനമാണല്ലോ, ഈ ചെറിയ ലേഖനത്തിൽ വിശുദ്ധന്മാരെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റഫറൻസ് വേണ്ടി ഒരു പെട്ടെന്ന് എഴുതിക്കൊള്ളുക. ചാപ്റ്റർ 1 verse 1, verse 15, verse 18, 2:19, 3:8 and 18, 4:12, 5:3, 6:18. 1-ന്റെ 1, 1-ന്റെ 15, 1-ന്റെ 18, 2-ന്റെ 19, 3-ന്റെ 8, 3-ന്റെ 18, 4-ന്റെ 12, 5-ന്റെ 3, 6-ന്റെ 18 തുടങ്ങി 9 ഇടങ്ങളിൽ ഈ വിശുദ്ധന്മാരെന്ന് പൗലോസ് സംബോധന ചെയ്തിട്ടുണ്ട്. These saints were
alive, not dead, though once they had been dead in trespass and sins. നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് ലോകം സെയിൻസ് അല്ലെങ്കിൽ വിശുദ്ധർ എന്ന് പറയുന്നത് മരിച്ചുപോയ ആൾക്കാരെ കുറിച്ച്. എന്നാൽ ഇവിടെ പൗലോസ് അഡ്രസ് ചെയ്യുന്ന വിശുദ്ധന്മാരെന്ന് പറയുന്നത് മരിച്ചുപോയവരെ കുറിച്ചല്ല, ജീവനോടെ ഇരിക്കുന്നവരാ. പക്ഷെ ഒരു കാര്യത്തിൽ അവർ മരിച്ചവരാ. ജീവനോടെ ഇരിക്കുകയാണെങ്കിലും ഒരു കാര്യത്തിൽ മരിച്ചവരാ. എഫേഷ്യൻസ് തന്നെ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഡെഡ് ഇൻ ട്രെസ്പാസ് ആൻഡ് സിൻസ്. അവിടെ നമ്മൾ അങ്ങനെയല്ലേ വായിക്കുന്നത്? 2-ാം അധ്യായം 1-ാം വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും. അതാണ് അവര് ജീവനോടെ ഇരിക്കുന്നെങ്കിലും, വിശുദ്ധന്മാര് ജീവനോടെ ഇരിക്കുന്നെങ്കിലും ഒരു കാര്യത്തിൽ മരിച്ചവരാ. ഏത് കാര്യത്തിൽ? ദ ട്രെസ്പാസ് ആൻഡ് സിൻസ്. അതിക്രമത്തിലും പാപത്തിലും മരിച്ച വിശുദ്ധന്മാർ. എന്നാൽ അവർക്ക് ജീവനുണ്ട്. ആ ജീവനുള്ളവരെയാണ് അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധരെന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ രീതിയിൽ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും മരിച്ചവരെ അല്ല അവിടെ വിശുദ്ധരെന്ന് പൗലോസ് സംബോധന ചെയ്തിരിക്കുന്നത്. The word saint is simply one of the many terms used in NT to describe one who trusted Jesus Christ as his personal savior. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന, യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും വിശുദ്ധനും വിശുദ്ധമതിയുമെന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ആ ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഇന്ന് രാത്രി നമ്മൾ മറക്കരുത്, വിശുദ്ധൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ആരെയാ? വിശുദ്ധമതി എന്ന് വിളിക്കാൻ കഴിയുന്ന ആരെയാ? എന്റെ യേശുവിനെ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുകയും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുകയും എന്റെ യേശുവിന്റെ വരവ് ഏതു സമയത്ത് നടന്നാലും അവനോടുകൂടെ ഞാൻ എടുക്കപ്പെടുമെന്ന് ഉറപ്പുള്ളവരാണ് വിശുദ്ധരെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മൾ അത് മനസ്സിലാക്കണം, തിരിച്ചറിയണം ആരാ വിശുദ്ധരെന്ന്. ചുമ്മാ വിശുദ്ധരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ചില പ്രത്യേകതകളുണ്ട് വിശുദ്ധർക്ക്. ആ ഒരു പ്രത്യേകതയുള്ളവരായി തീരുവാൻ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിച്ചതോർത്ത് ഈ രാത്രി എത്ര പേര് കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം നമ്മുടെ മേൽ പകർന്ന ആ കൊടിയ സ്നേഹമോർത്ത് ഇന്ന് രാത്രി നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരട്ടെ. അങ്ങനെയെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എങ്ങനെയാണ് ഈ എഫേസ്യ വിശ്വാസികൾ വിശുദ്ധരായി തീർന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫെയ്ത്ത്ഫുൾ ആൻഡ് ഗ്രേസ്, വിശുദ്ധന്മാരായും കൃപ ലഭിച്ചവരുമായി തീർന്നതുകൊണ്ട് അവർ വിശുദ്ധരായി പൗലോസ് അവരെ സംബോധന ചെയ്യുകയാണ്. ഫെയ്ത്ത്ഫുൾ ആൻഡ് ഗ്രേസ്, 2 വാക്കുകൾ അവിടെ പൗലോസ് അവരെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി 3-ാം വാക്യത്തിലേക്ക് വന്ന് നമുക്ക് അവസാനിപ്പിക്കാം. വേഴ്സ് 3, 3-ാം വാക്യം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നോക്കിയേ, അവിടെ നമ്മൾ കാണുന്നത് ബ്ലെസ്ഡ് ബി ദ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഗോഡ് ദ ഫാദർ മെയ്ഡ് us റിച്ച് ഇൻ ജീസസ് ക്രൈസ്റ്റ്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ എന്നെയും നിങ്ങളെയും സമ്പന്നനാക്കി എന്ന് വിശ്വസിക്കുന്ന ഒരു കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഇന്ന് രാത്രി നമുക്കുള്ള ഉറപ്പതല്ലേ? ഇന്ന് രാത്രി നമുക്കുള്ള സന്തോഷം അതല്ലേ? ശക്തിയോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ക്രിസ്തുവിലൂടെ എന്റെ ദൈവം എന്നെ സമ്പന്നനാക്കി. ഈ ലോകത്തിലെ ആരുമല്ല എന്നെ സമ്പന്നനാക്കിയത്, ഈ ലോകത്തിലെ ആരുമല്ല എന്നെ ഉയർത്തിയത്. ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം എന്നെ ഉയർത്തുവാനായിട്ട് ഇടയായി തന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണത് സംഭവിച്ചത്? 4 കാര്യങ്ങൾ വളരെ വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക, സമയം പോകുന്നതുകൊണ്ട് വളരെ വേഗത്തിൽ. എങ്ങനെയാണ് ആ റിച്ച്നെസ് ഓഫ് ഗ്ലോറി അല്ലെങ്കിൽ ഹൗ വി ബിക്കം റിച്ച് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള വളരെ വേഗത്തിൽ 4 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നമ്പർ 1, ത്രൂ ക്രൈസ്റ്റ് വി ഷെയർ ഇൻ ദ റിച്ച്നെസ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ കൃപ നമ്മൾ അനുഭവിക്കുകയാണ്, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുകയാണ്. അപ്പൊ ഒന്നാമത്തേത്, യേശു ക്രിസ്തുവിലൂടെ
ദൈവത്തിന്റെ കൃപ നമ്മൾ അനുഭവിക്കുക. നോക്കിയേ, എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 7 and 8. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. Through Christ we share in the riches of God's grace. വീണ്ടും അതേ എപ്പിസ്റ്റലിൽ തന്നെ ചാപ്റ്റർ 2 വേഴ്സ് 8, രണ്ടാം അധ്യായം 8-ാം വാക്യത്തിലും പൗലോസ് അത് തന്നെ പറയുക. 2-ാം അധ്യായം 8-ാം വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പറയാ, കൃപയാലല്ലോ, ത്രൂ ക്രൈസ്റ്റ് we share in the richness of God's grace. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ചാപ്റ്റർ 1 വേഴ്സസ് 17 and 18. 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദാനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. വാക്യം കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ അതിന്റെ പ്രധാനമായിട്ട് 17-18 വാക്യങ്ങളിൽ ഒന്നാമത് നമ്മൾ കണ്ടത് ത്രൂ ക്രൈസ്റ്റ് വി ഷെയർ ഇൻ ദ റിച്ചസ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ആണെങ്കിൽ, രണ്ടാമത്തേത് ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൽ കാണുന്നു ത്രൂ ക്രൈസ്റ്റ് വി ഷെയർ ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിന്റെ മഹത്വം നമ്മൾ പങ്കിടുന്നു. എത്ര വലിയ പദവിയാ ദൈവമക്കളെ! അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ചിന്തിക്കേ, നാം ആരാണെന്ന്. ഒന്ന്, കൃപയായിരുന്നെങ്കിൽ അത് നമുക്ക് ദാനമായി ലഭിച്ചെങ്കിൽ. 2 പറയുകയാണ്, ദൈവത്തിന്റെ മഹത്വം ക്രിസ്തു നിമിത്തം നമ്മൾ ദൈവത്തോട് പങ്കിടുകയാണ്. സ്തോത്രം. അതേ കാര്യം തന്നെ ചാപ്റ്റർ 2 വേഴ്സ് 8-ലും പറയുന്നുണ്ട്. സമയമില്ലാത്ത ഞാൻ വായിക്കേണ്ട, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ചാപ്റ്റർ 2 വേഴ്സ് 8. അപ്പൊ ഒന്ന്, നമ്പർ 1 ഗോഡ്സ് ഗ്രേസ്, നമ്പർ 2 ഗോഡ്സ് ഗ്ലോറി, നമ്പർ 3 ചാപ്റ്റർ 2 വേഴ്സ് 4, 2-ാം അധ്യായം 4-ാം വാക്യം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ. അവിടെ ശ്രദ്ധിച്ചോ, കരുണാസമ്പന്നനായ ദൈവം. നമ്പർ 3, ത്രൂ ക്രൈസ്റ്റ് വി ഷെയർ ഗോഡ്സ് മേഴ്സി. കരുണ അല്ലേ? എങ്ങനെയല്ലേ അവിടെ വായിച്ചു തുടങ്ങിയ വാക്ക് മാത്രം, കരുണാസമ്പന്നനായ ദൈവമോ, കരുണാസമ്പന്നനായ ദൈവം. മൂന്നാമത്തെ കാര്യം, ത്രൂ ക്രൈസ്റ്റ് വി ഷെയർ ഗോഡ്സ് മേഴ്സി. ഇനി നാലാമത്തെ കാര്യം നോക്കിയേ. ഫോർത്ത് വൺ ഈസ് ചാപ്റ്റർ 3 വേഴ്സ് 8 and 9. 3-ാം അധ്യായം 8-9 വാക്യങ്ങൾ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവൻ സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി. അപ്പൊ ആ വാക്യം തുടർച്ചയായതുകൊണ്ട് അവിടെ നിർത്തുകയാണ്. നാലാമത്തെ കാര്യം, ദ അൺസെർച്ചബിൾ റിച്ച്നെസ് ഓഫ് ക്രൈസ്റ്റ്. ദ അൺസെർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലൂടെ ലഭിച്ച അപ്രമേയമായ ധനം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ ഒന്ന് വരണമേ. എന്താ നമ്മൾ ചിന്തിച്ചു വന്നത്? ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവിലൂടെ നമുക്ക് എന്തെല്ലാം ലഭിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്, അല്ലേ? ബ്ലെസ്ഡ് ബി ദ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഗോഡ് ദ ഫാദർ മെയ്ഡ് us rich in Jesus Christ. എങ്ങനെയെന്നാ നമ്മൾ കണ്ടത്? നമ്പർ 1, ത്രൂ ഗോഡ്സ് ഗ്രേസ്. നമ്പർ 2, ത്രൂ ഗോഡ്സ് glory. Number 3, through God's mercy. Number 4, the unsearchable richness of Christ. ക്രിസ്തുവിലൂടെയുള്ള അപ്രമേയമായ ധനത്താൽ ദൈവം നമ്മെ സമ്പന്നരാക്കി മാറ്റി. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിൽ ആരെങ്കിലും നമ്മെ സമ്പന്നരാക്കിയാൽ അതിനെല്ലാം പരിമിതികളുണ്ട്. എന്നാൽ എൻ്റെ ദൈവത്താൽ അത് സംഭവിക്കുമെങ്കിൽ, ക്രിസ്തുവിലൂടെ അത് സംഭവിക്കുമെങ്കിൽ, ഇന്ന് രാത്രി ഞാനും നിങ്ങളും മനസ്സിലാക്കുക,
ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ കരുണയാൽ, ദൈവത്തിന്റെ മഹത്വത്തോട് ഒരുമിച്ച് പാത്രീഭൂതരാകുവാൻ ഈ തലമുറയിൽ എനിക്കും നിങ്ങൾക്കുമാണ് ദൈവം ഭാഗ്യം നൽകിയതെന്നോർത്ത് ഇന്ന് രാത്രി എത്ര പേര് കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തും? ഈ ലോകത്തിലുള്ള അനേക ധനാഢ്യരുണ്ടെങ്കിലും വിദ്യാസമ്പന്നരുണ്ടെങ്കിലും അവർക്കൊന്നും ലഭിക്കാത്ത ഈ വലിയ ഭാഗ്യ പദവി ദൈവം എനിക്കാണ് ഈ തലമുറയിൽ നൽകിയതെന്ന് ബോധ്യമുള്ളവരെ ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി അധരങ്ങളെ തുറന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ 1-2 നിമിഷങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഈ രാത്രി ശക്തമായ ഒരു ദൈവാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി അധരങ്ങളെ തുറന്ന് കരങ്ങൾ അടിച്ച് 1-2 നിമിഷങ്ങൾ നന്ദിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. ഈ രാത്രി ശക്തമായ ഒരു ദൈവ സാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ ഒന്ന് വെളിപ്പെടട്ടെ. ഈ തലമുറയിൽ കർത്താവിന്റെ സ്പോക്സ് പേഴ്സണായി തീരുവാൻ, കർത്താവിന്റെ വ്യക്താക്കളായി തീരുവാൻ എന്റെ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയതാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് ഉറപ്പുള്ളവര് അല്പസമയം കൂടെ നന്ദിയോടെ അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരു വലിയ ദൈവ സാന്നിധ്യം ദൈവജനം ഒരുമിച്ച് അനുഭവിച്ചറിയട്ടെ. ഒരു വലിയ ദൈവകൃപ ദൈവജനം ഒരുമിച്ച് തിരിച്ചറിയട്ടെ. ഇന്ന് രാത്രി ശക്തമായ ഒരു ദൈവ സാന്നിധ്യം ഏറ്റെടുത്തുകൊണ്ട് ദൈവജനം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി നാം എവിടെ ഇരിക്കുന്നു എന്നുള്ള ദൈവത്തിന് വിഷയമല്ല. ഇന്ന് രാത്രി ആ ശക്തമായ ദൈവ സാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങൾ ഇരിക്കുന്ന ഭവനങ്ങളിൽ, നിങ്ങൾ ഇരിക്കുന്ന ചെയറിൽ കർത്താവ് അയക്കുക. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം ഒന്ന് ഏറ്റെടുക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കുന്നവർ ഒരു നിമിഷം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കട്ടെ. ആ വചനത്തിന് മുൻപാകെ സമർപ്പിക്കുന്ന എല്ലാവരും ഒരു നിമിഷം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കട്ടെ. ഇന്ന് രാത്രി കർത്താവിനോട് പറ, മറ്റു പലർക്കും ഇല്ലാത്തൊരു ശ്രേഷ്ഠത നീ എനിക്ക് നൽകിയതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന ദൈവസേന സമർപ്പണമുള്ളവരെ ഒരു നിമിഷം കൂടെ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. ശക്തമായ ദൈവ സാന്നിധ്യം, ശക്തമായ ദൈവ സാന്നിധ്യം നമ്മുടെ മൺകൂടാരങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. കർത്താവിന്റെ അഭിഷേകം ആ കരങ്ങളിന്മേൽ വ്യാപരിക്കട്ടെ. ആ ശരീരത്തിന്മേൽ ഇറങ്ങി വരട്ടെ. ആ വലിയ ദൈവകൃപയോടെ ഇന്ന് രാത്രി നമുക്കിവിടെ അവസാനിപ്പിക്കാം. തുടർന്നുള്ള വാക്യങ്ങൾ 4 മുതലുള്ള വാക്യങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം.